ഒരു അന്വേഷണത്തിൽ പ്രാഥമികമായി ഉണ്ടാകേണ്ടുന്ന നടപടികൾ പോലും പാലിക്കാതെ ധൃതി പിടിച്ച് നൽകിയ ഒരു അന്വേഷണ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്ത് ന്യായം പറഞ്ഞാണ് സജി ചെറിയാൻ ഇനി മന്ത്രിപദത്തിൽ തുടരാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞാണ് CPIM-ന് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞാണ് സർക്കാരിന് മന്ത്രിയായി സജി ചെറിയാൻ ഇരിക്കട്ടെ എന്ന് കരുതാൻ കഴിയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. CPIM-ഉം അതിലെ ഒരംഗമായിട്ടുള്ള സഖാവ് സജി ചെറിയാനും ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നവരാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് ആർക്കും ബോധ്യമുള്ള വസ്തുതയുമാണ്. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള യൂണിയൻ സർക്കാർ, അതിന്റെ വക്താക്കൾ ഈ ഭരണഘടനയെ എത്രമേൽ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടനയോടൊപ്പം ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം. അതിനാണ് CPIM കമ്മ്യൂണിസ്റ്റുകാർ കൂടി പങ്കാളിയായി ദേശീയ തലത്തിൽ ഇന്ത്യ കൂട്ടായ്മ പോലും വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെ വേറൊരർത്ഥത്തിൽ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ വേണ്ടതില്ല. രണ്ട്, ഇവിടെ എന്താ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? തുടരന്വേഷണം എന്ന. തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ നടന്ന അന്വേഷണത്തെ തള്ളിക്കളഞ്ഞോ? ഇതുവരെ നടന്ന അന്വേഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞോ? ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ അതിന്റെ തുടരന്വേഷണമാണ്. അതല്ലാതെ നിങ്ങൾ ഈ അന്വേഷണമെല്ലാം മാറ്റിവെക്കൂ. ഇപ്പൊ കേരള പോലീസ് നടത്തിയ അന്വേഷണം മഹാമോശമാണ്. അവര് വളരെ ധൃതി പിടിച്ചു കൊടുത്ത റിപ്പോർട്ട് തീരെ വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ, പുനരന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞില്ല. പിന്നെ ഒരൊറ്റ മിനിറ്റ് ശ്രീ VPP മുസ്തഫ, അത് പറയുന്നതിന് പകരമാണ് ഭംഗ്യന്തരേണ കോടതി പറഞ്ഞത് വിശ്വാസ്യതയുള്ള ഓഫീസ് വിത്ത് ഇന്റഗ്രിറ്റി, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വേണം ഈ പരിശോധനകൾ നടക്കാൻ. ഇനി ഇതിൽ കൂടുതൽ എന്താണ് കോടതിക്ക് വിമർശിക്കാനുള്ളത് ഈ അന്വേഷണത്തിലെ പാകപ്പിഴകളെ കുറിച്ച്? സാക്ഷിമൊഴികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേഡർമാരുടെ, പാർട്ടി പ്രവർത്തകരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടു നിന്നവരുടെയോ മാധ്യമ പ്രവർത്തകരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. വിഷ്വൽസ് കണ്ടിട്ടില്ല, ഓഡിയോ പരിശോധിച്ചിട്ടില്ല, ഈ ഫോറൻസിക് പരിശോധന റിപ്പോർട്ടിന് വേണ്ടി കാത്തു നിന്നിട്ടില്ല. ഇതിൽ കൂടുതൽ വലിയൊരു വിമർശനം സംസ്ഥാന പോലീസിന് എന്താണ് ഈ കേസിൽ നേരിടാനുള്ളത് ശ്രീ VPP മുസ്തഫ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങളിപ്പോ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ വല്ലാതെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് തിരിച്ചടിയാണ്. അങ്ങനെയാണ് ഗോപികൃഷ്ണന്റെ ഇൻട്രോയിൽ പറഞ്ഞത്. സർക്കാരിന് തിരിച്ചടി, പാർട്ടിക്ക് തിരിച്ചടി, മുഖ്യമന്ത്രിക്ക് ക്ഷീണം എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 21-ാമത്തെ പാരഗ്രാഫ് കൂടി ഒന്ന് ഗോപികൃഷ്ണൻ പറയൂ. സെലക്റ്റീവ് ആവണ്ട. എന്താ 21-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ? നോ സർക്കംസ്റ്റാൻസസ് എക്സിറ്റ്സ് ടു ഓർഡർ എ റീഇൻവെസ്റ്റിഗേഷൻ. 21-ാമത്തെ പാരഗ്രാഫ് പറയുക പുനരന്വേഷണം വേണ്ടതില്ല എന്ന് തന്നെയാ പറയുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ പോലീസ് കൊടുത്ത റിപ്പോർട്ട് മഹാമോശം, അത് തീരെ സ്വീകരിക്കാൻ പറ്റില്ല. ഈ കേരളത്തിലെ പോലീസ് വിശ്വാസയോഗ്യമല്ല. അവർ വഴിവിട്ടിട്ടാണ് അന്വേഷിച്ചത്. അവർ പാർട്ടി കേഡർമാരെ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ശരിയല്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിക്ക് ക്ഷീണം വരേണ്ടത്. ഗോപികൃഷ്ണൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ശ്രീ VPP മുസ്തഫ, സജി ചെറിയാനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ രാജിവെക്കാൻ ഇടയായ സാഹചര്യം എന്താണോ ആ ധാർമ്മിക പ്രശ്നം ഇപ്പോഴും അദ്ദേഹത്തിന് നിലനിൽക്കുന്നു. ഈ കോടതി വിധിയോടുകൂടി അത് കൂടുതൽ ശക്തമാകുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അത് തിരിച്ചടിയാകുന്നത്. ആരോട്? സർക്കാരിന് തിരിച്ചടിയാകും. ഈ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചപ്പോൾ ആ പോലീസിലെ പാകപ്പിഴകളെ കുറിച്ചാണ് ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്ക് ക്ഷീണമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ അതിനൊപ്പം നിൽക്കുന്നു. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? കോടതിയുടെ വിധിപ്പകർപ്പ് വായിച്ചുകൊണ്ട് താങ്കൾ സെലക്റ്റീവ് ആവണ്ട എന്ന് പറഞ്ഞു. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. എനിക്ക് സെലക്റ്റീവ് ആവേണ്ട ഒരു കാര്യവുമില്ല. വിശ്വാസ്യതയുള്ള സത്യസന്ധനായ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ DGP നൽകുകയും ചെയ്യണമെന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് ഈ ഉത്തരവിൽ. സെലക്റ്റീവ് ആവണ്ടല്ലോ ശ്രീ VPP മുസ്തഫ. ഇവൻ ശരിയല്ല. ഞാൻ അതാ പറഞ്ഞത്. താങ്കളുടെ ഇൻട്രോയിൽ മുഖ്യമന്ത്രിക്ക് വരെ ക്ഷീണം എന്ന് താങ്കൾ ഉപയോഗിച്ചു. അത് ശരിയല്ല. എന്തുകൊണ്ടാ? ഇവിടെ മുഖ്യമന്ത്രിയെയോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയോ അതിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയെയോ കോടതി
വിമർശിക്കുന്നില്ല. അങ്ങനെ ഇൻട്രോയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ പരാമർശം ശരിയല്ല. താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു ക്ലാരിറ്റി നേരത്തെ വരുത്തിയിരുന്നു. കാരണം സംസ്ഥാന പോലീസിന് വരുത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കാണിച്ചിട്ടുള്ള ധൃതി, അതിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, അതിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ കാണിച്ചിട്ടുള്ള അലംഭാവം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ കോടതിക്കുള്ള അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. അതാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞത്. അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നല്ലേ? അതെ. നമ്മുടെ രാജ്യത്തെ ഒരു മുതലാളിയുടെ മകന്റെ, ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ, ഒരു കോർപ്പറേറ്റ് കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം നടത്താൻ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് 14,000 കോടി രൂപ ചെലവഴിച്ചു എന്നാണ്. എന്നിട്ട് അതേ മുംബൈയിൽ അവരുടെ ഈ 10-14 നിലകളുള്ള മഹാമന്ദിരത്തിൽ നിന്ന് നോക്കിയാൽ ശ്രീ VPP മുസ്തഫ, ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഇപ്പോഴത്തെ ഈ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന CPM അടക്കം എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം? ഈ രാജ്യത്തെ ഭരണഘടനാ അവകാശ സംരക്ഷണമാണ്, ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. താങ്കൾ അത് മറന്നുപോയോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ? പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? ഞാൻ എന്താ പറഞ്ഞത്? 1953-ലും 1955-ലും രാജ്യസഭാ MP ആയിരുന്ന ഡോക്ടർ BR അംബേദ്കർ എന്താ നടത്തിയ പ്രസംഗം? എന്താന്ന് വെച്ചാ പറ. ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ അതിന് തീ കൊടുക്കുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്നാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. മുസ്തഫ, ഭരണഘടനയുടെ മാന്യതയും അന്തസ്സത്തെയും അതിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കുന്ന, അതിനെ തോട്ടം തട്ടുന്ന എന്താണ് BR അംബേദ്കർ പറഞ്ഞത്? എന്താണ് സജി ചെറിയാൻ പറഞ്ഞത്? ഇതെങ്ങനെയാണ് താങ്കൾ ഇക്വേറ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഭരണഘടനയെ കുറിച്ചുള്ള വിമർശനങ്ങളാകാം, സംവാദങ്ങളാകാം, പക്ഷേ കുന്തം കുടച്ചക്രം പോലെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി ചോദിച്ചത് ഭരണഘടന അവഹേളിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൽ നിന്നല്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖ്യത്തിലുള്ള സോഷ്യലിസത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുമെല്ലാം എത്തുന്നതിൽ 75 വർഷം പിന്നിട്ടിട്ടും നമ്മൾ ഇവിടെ നിൽക്കുന്നു. ആ പ്രയോഗത്തെ സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അത് പൊതുസമൂഹം സ്വീകരിച്ചു കഴിഞ്ഞതാണ്. എന്തോ എങ്ങനെ? അല്ലല്ല, അതൊക്കെ തിരിച്ചു ചോദിക്കുക. ഇപ്പൊ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം, അതിന്റെ സാക്ഷാത്കാരം എവിടെ എത്തി നിൽക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവർ ലക്ഷ്യം കണ്ടിരുന്ന, അവർ സ്വപ്നം കണ്ടിരുന്ന ആ സമത്വത്തിന്റെ രാഷ്ട്രം എവിടെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ആ ആശയത്തിലേക്ക് എവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അതെവിടെ എത്തി നിൽക്കുന്നു? അപ്പോഴൊരു ആത്മപരിശോധനയിലൂടെ വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ പറയാൻ? ശ്രീ രാജു പി നായർ. ശ്രീ VPP മുസ്തഫ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഗോപികൃഷ്ണൻ പറഞ്ഞ ഇൻട്രോയിൽ ഇത് മുഖ്യമന്ത്രിക്കും സജി ചെറിയാനും ഒരു തിരിച്ചടിയാണെന്ന് പറഞ്ഞത് ശരിയായ ഒരു പദപ്രയോഗമല്ല. എന്തൊരു മാറ്റം! എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങ് ഉപയോഗിക്കേണ്ടത് മുഖമടച്ചുള്ള അടിയാണ് എന്നുള്ളതായിരുന്നു. അങ്ങ് വളരെയധികം ലഘൂകരിച്ചുകൊണ്ട് ഒരു തിരിച്ചടി എന്ന് പറഞ്ഞത് ശരിയല്ല. VP മുസ്തഫയ്ക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു പദപ്രയോഗം ചെയ്തത്. നിങ്ങൾ മുഖമടച്ചുള്ള അടി എന്ന് വേണം പറയാനായിട്ട്. നോക്കൂ, ഇരട്ടത്താപ്പ് CPMന്റെ മുഖമുദ്രയാണ്. എത്ര വിദഗ്ധമായിട്ടാണ് BR അംബേദ്കർ ഭരണഘടനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം കമ്മ്യൂണിസ്റ്റുകാരനെടുത്ത് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലേ? 1952-ൽ അംബേദ്കർക്കെതിരെയും SCF എന്ന് പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന അംബേദ്കറിന്റെ സംഘടനയ്ക്കെതിരെയും പ്രത്യേക പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ വക്താവാണ് മുസ്തഫ. എന്താ ഉറക്കം വരുന്നു? തൊഴിലാളി വർഗ സർവാധിപത്യം ഈ ഭരണഘടനയിൽ വേണമെന്ന് പറഞ്ഞതിന് ശേഷം അധികാരത്തിലെത്താൻ, തെരഞ്ഞെടുപ്പിലെത്താൻ ആ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുത്ത പാർട്ടിയല്ലേ? നിങ്ങൾക്ക് എവിടെയാ നിലപാട് മുസ്തഫ? എവിടെയാ നിങ്ങൾക്ക് നിലപാട്? നിങ്ങൾക്ക് എന്ത് നിലപാടിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ? ഞാൻ ചോദിക്കട്ടെ, അന്വേഷണത്തിന്റെ സമയത്ത് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വീഡിയോ കണ്ടിട്ടില്ല, കാണാനില്ല, ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞവരല്ലേ ഈ പോലീസ് കോടതിയിൽ പോയിട്ട്? എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. ഇത്രമാത്രം ഗുരുതരമായ ഒരു വിഷയത്തിൽ ഇത്രമാത്രം തട്ടിപ്പ് നടത്തിയിട്ട് ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ നോക്കിയിട്ട് ഇന്ന് ഇവിടെ വന്ന് സിദ്ധാന്തം പറയുന്നു. എണീറ്റ് വരണ്ടേയിരുന്നു. ഈ ലോകം മുഴുവൻ കണ്ട
ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അത് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത വീഡിയോ പോലീസ് കണ്ടിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ കേസാണ്. ഇതിനപ്പുറം ഒരു പോലീസിന് എങ്ങനെ കേസ് അട്ടിമറിക്കാൻ സാധിക്കും? അങ്ങനെ കൊടുത്ത ഒരു റിപ്പോർട്ടിനെ 4 വലിച്ചു കീറി വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും യാതൊരു കുഴപ്പവുമില്ല. ഇനി എന്താ പറയേണ്ടിയിരുന്നത്? ഇനി ഇതിനകത്ത് പറയണോ നിങ്ങൾ കാണിച്ചത് കള്ളന്മാരെ, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്ത നീയൊക്കെ കള്ളനാടാ എന്നിന് ഹൈക്കോടതി പറയണമായിരുന്നു. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി വലിച്ചിട്ട് നിങ്ങൾ ഈ ചെയ്തത് നീതികേടാണ്, നെറികേടാണ് എന്ന് കോടതി പറയണമായിരുന്നോ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അധികാരത്തിൽ അള്ളിപ്പിടിച്ച് കിടന്നു തൂങ്ങുക എന്നുള്ളതിനപ്പുറം ഇവർക്ക് യാതൊരു ധാർമ്മികതയുമില്ല. ഈ നാട്ടിൽ ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്ന മുഴുവൻ ധാർമ്മികതയുടെയും ഘടകവിരുദ്ധമായിട്ടുള്ള ഈ അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. 100% ഞാൻ യോജിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി, നിങ്ങളുടെ അന്വേഷണം വേണ്ട. അതാണല്ലോ ഗോപികൃഷ്ണൻ പറഞ്ഞ അതിനകത്തുള്ളൊരു വാചകം. ഇനി ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആള് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണവും ഏൽപ്പിച്ച ഹൈക്കോടതിയുടെ വിധി കണ്ടിട്ട് തങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ ഇവരെ എന്താ വിളിക്കേണ്ടത്? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.